മനുഷ്യർ ചെയ്യുന്ന എല്ലാ പാപങ്ങളും, അവർ പറയുന്ന ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും. നമ്മൾ കള്ളം പറയുന്നു, അത് ക്ഷമിക്കപ്പെടും. മോഷണം നടത്തുന്നു, ക്ഷമിക്കപ്പെടും. വ്യഭിചാരത്തിന് അശുദ്ധിയിൽ ജീവിക്കുന്നു, ക്ഷമിക്കപ്പെടും. അനുതപിച്ചാൽ മതി, കുമ്പസാരിച്ചാൽ മതി. ദൈവം എല്ലാ പാപങ്ങളും ക്ഷമിക്കും. നമ്മുടെ കലഹങ്ങളും നമ്മുടെ അഹങ്കാരവും അഹന്തയും അസൂയയും എല്ലാം ക്ഷമിക്കപ്പെടും. എന്നാൽ കർത്താവ് പറഞ്ഞു, ഒരു പാപം അത് ക്ഷമിക്കപ്പെടുകയില്ല. എന്താണ് ഈ പാപം? ഈ പാപത്തെക്കുറിച്ച് മർക്കോസ് പറയുന്നത്, തനിക്ക് അശുദ്ധാത്മാവുണ്ട് എന്ന് അവർ പറഞ്ഞു. യേശുക്രിസ്തു ഈ സ്വർഗരാജ്യത്തിൻ്റെ ശുശ്രൂഷകളെല്ലാം ചെയ്യുന്നത് അശുദ്ധാത്മാവിനെ കൊണ്ടാണ് എന്നവർ പറഞ്ഞു. ഇതാണ് ക്ഷമിക്കപ്പെടാത്ത പാപം. ശ്രദ്ധിക്കണം, യേശുവിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളതല്ല പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം. യേശുവിന് ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്, ശക്തിയില്ല എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. യേശു നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു ഗുരുവാണ്, യേശു ഒരു സാധാരണ മനുഷ്യനൊക്കെ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നവരെന്നുമുണ്ട്. അവർ യേശുവിൻ്റെ ശക്തിയിലൊന്നും വിശ്വസിക്കുന്നില്ല. അതല്ല പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം. യേശുവിൽ വിശ്വസിക്കാൻ പറ്റാത്തതല്ല പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം. മറിച്ച് അവനിൽ പ്രവർത്തിക്കുന്ന ശക്തി അശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. യേശുവിൻ്റെ പ്രവൃത്തികളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ അല്ല, മറിച്ച് അശുദ്ധാത്മാവിൻ്റെ പിശാചിൻ്റെ പ്രവൃത്തികളാണ് എന്ന് അവരിൽ ചിലർ വിശ്വസിച്ചു. ഇതാണ് പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം. ഇതാണ് ഇതിൻ്റെ അപകടം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് യേശുവിൽ പ്രവർത്തിക്കുന്ന ശക്തി അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് എന്ന് വിശ്വസിക്കാൻ പറ്റാതെ പോയാൽ അതിൻ്റെ അർത്ഥം എന്നേക്കുമായി നമുക്ക് സ്വർഗം കൊട്ടി അടയ്ക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അടുത്ത വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം ക്ഷമിക്കപ്പെടുകയില്ല. ശ്രദ്ധിക്കണം, നമുക്കറിയാം ക്ഷമ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മാത്രം ദാനമാണ്. ദൈവദാനമില്ലെങ്കിൽ ക്ഷമിക്കാൻ പറ്റില്ല. അത് കുമ്പസാരക്കൂട്ടിലാണെങ്കിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലാണെങ്കിലും ക്ഷമ നടക്കണോ, അത് സ്വർഗം ഇടപെടണം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ് ക്ഷമ. ഇവിടെ പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം ക്ഷമിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ക്ഷമ വേണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. ദൈവം നമ്മളോട് കാര്യം ക്ഷമിക്കണമെങ്കിൽ, പാപം ക്ഷമിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടേ പറ്റൂ. ഇപ്പം യേശുവിൽ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവല്ല എന്ന് പറയുന്ന ആളിന് സ്വാഭാവികമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ക്ഷമ കിട്ടില്ല. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ അന്ത്യം വരെയും അവസാനം വരെയും മരിച്ചു കഴിഞ്ഞാലും ഈ പാപം ക്ഷമിക്കപ്പെടുകയില്ല. കാരണം പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നില്ല. പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ക്ഷമയുള്ളൂ. യേശുവിൽ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. യേശുവിൻ്റെ ശക്തി പരിശുദ്ധാത്മശക്തിയാണ്. അതിൽ വിശ്വസിക്കുന്നവർക്ക് എന്നേക്കുമായി സ്വർഗം. അപ്പോൾ ആരാണ് നരകത്തിൽ പോവുക? നരകത്തിൽ പോകുന്നത് ഒരു മനുഷ്യൻ ഒരു മാരക പാപത്തിൽ കഴിയുകയും മരണം വരെ അനുതപിക്കാൻ വിസമ്മതിക്കുകയും ചെയ്യുന്ന ഒരുവന് മാത്രമേ നരകത്തിൽ പോകാൻ പറ്റൂ. നിത്യമായ നരകത്തിൽ പോകാൻ ഒറ്റയാൾക്കേ പറ്റൂ. ആർക്കാണെന്നറിയാമോ? ഒരു മനുഷ്യനൊരു മാരക പാപത്തിൽ കഴിയുകയാണ്. അപ്പോൾ അവനോട് പറഞ്ഞു, കുഞ്ഞെ നീ ഇങ്ങനെ പാപത്തിൽ കഴിയരുത്, മാരക പാപത്തിൽ കഴിഞ്ഞാൽ മരിച്ചാൽ നരകത്തിൽ പോകും. അപ്പോൾ അവൻ പറയാണ്, എനിക്കൊരു കുഴപ്പമില്ല, അല്ല യേശുവിൽ വിശ്വസിക്കുക, എനിക്ക് യേശുവും വേണ്ട, സഭയും വേണ്ട, പരിശുദ്ധാത്മാവും വേണ്ട, കുമ്പസാരവും വേണ്ട, കുർബാനയും വേണ്ട, ഒന്നും വേണ്ട. ഇങ്ങനെ സ്വയം തീരുമാനിച്ച് ഈ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്ത് ജീവിക്കുന്ന ഒരാൾക്ക് മാത്രം, മരിക്കുന്നത് വരെ അനുതപിക്കാൻ വിസമ്മതിക്കുന്ന ഒരാൾക്ക് മാത്രമേ നരകത്തിൽ പോകാൻ പറ്റൂ. അതാണ് പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം. ഒരാൾ തീരുമാനിക്കുകയാണ്, എനിക്ക് ദൈവവും വേണ്ട, പ്രാർത്ഥനയും വേണ്ട. അങ്ങനെയെങ്കിൽ നമ്മൾ നരകത്തിൽ പോകുമോ? കർത്താവിൻ്റെ പഠിപ്പിക്കലനുസരിച്ച്
ഒരു മനുഷ്യൻ ഒരു മാരക പാപത്തിൽ ജീവിക്കുകയും മരണം വരെ അതിൽ നിന്ന് മാറാൻ, പിന്തിരിയാൻ വിസമ്മതിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക്, എനിക്ക് ദൈവം വേണ്ട, ക്രിസ്തു വേണ്ട എന്ന് പറയുന്ന ഒരാൾക്ക് മാത്രമേ നരകത്തിൽ പോകാൻ പറ്റൂ. അതുകൊണ്ടാണ് ഈ ലോകത്ത് വെച്ചോ വരാനിരിക്കുന്ന ലോകത്ത് വെച്ചോ പാപം ക്ഷമിക്കപ്പെടുകയില്ല എന്ന് പറയാൻ കാര്യം. വരാനിരിക്കുന്ന ലോകത്ത് വെച്ച് ക്ഷമിക്കപ്പെടുന്ന പാപങ്ങളുണ്ട്. അതുകൊണ്ടാണ് മരിച്ചതിന് ശേഷം നമ്മൾ ധൂപപ്രാർത്ഥന നടത്തുന്നത്. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈശോ പറഞ്ഞ ഈ വചനം കൊണ്ടാണ്. കാരണം ഈ ലോകത്ത് വെച്ച് ക്ഷമിക്കപ്പെടുന്ന പാപങ്ങളുണ്ടാണ്, അതാണ് കുമ്പസാരത്തിൽ. എന്നാൽ ചില ആളുകൾക്ക് ചില പാപങ്ങൾ കുമ്പസാരിക്കാൻ പറ്റാതെ, എന്നാൽ അനുതാപമുണ്ട്, ദൈവത്തിൽ വിശ്വാസമുണ്ട്, യേശുവിൻ്റെ രക്ഷയിൽ വിശ്വാസമുണ്ട്, അങ്ങനെയുള്ളവർ മരിച്ചും പോയി. അപ്പോൾ അവർക്ക് വരാനിരിക്കുന്ന ലോകത്ത് വെച്ചും പാപപ്രതി കിട്ടും, പാപമോചനം കിട്ടും. അതിനാണ് മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഈ ലോകത്ത് വെച്ച് ക്ഷമിക്കപ്പെടുന്ന പാപങ്ങളുണ്ട്, വരാനിരിക്കുന്ന ലോകത്ത് വെച്ച് ക്ഷമിക്കപ്പെടുന്ന പാപങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് ഈശോ അങ്ങനെ പറഞ്ഞത്. വരാനിരിക്കുന്ന ലോകത്തിലും ക്ഷമിക്കപ്പെടാത്ത ഒറ്റ പാപമേ ഉള്ളൂ. അതായത് ഒരു മനുഷ്യൻ തൻ്റെ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്തുകൊണ്ട് തീരുമാനമെടുത്തു, എനിക്ക് ക്രിസ്തുവിനെ വേണ്ട, എനിക്ക് രക്ഷ വേണ്ട, എനിക്ക് പാപമോചനം വേണ്ട എന്നൊരാൾ മനസ്സുകൊണ്ട് തീരുമാനമെടുത്തു. ഞാനൊരിക്കൽ ഓർക്കുന്നുണ്ട്, ഒരു മകൻ എന്നെ വിളിച്ചു, ഓസ്ട്രേലിയയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ എൻ്റെ പപ്പ മുത്തൂറ്റ് ആശുപത്രിയിൽ കോഴഞ്ചേരി കിടക്കുകയാണ്, അച്ഛനൊന്ന് പോകാമോ, ഒന്ന് കുമ്പസാരിപ്പിക്കാമോ, കുർബാന കൊടുക്കാവോ? അപ്പോൾ അദ്ദേഹം 65 വയസ്സുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യമുള്ള കാലത്ത് പൊടിച്ചു നടക്കണ ഒരു രീതിയാണ്. പൊടിക്കണ ആൾ, പൊടിച്ച് നടക്കുന്ന ആളെന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അല്ലേ? എല്ലാം പൊടിച്ചിങ്ങനെ ആളുകളെ ഇങ്ങനെ ചവിട്ടി മെതിച്ച് നടക്കുന്ന ആളുകൾ, ആരെ കൂസാതെ നടക്കുന്ന, പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ പള്ളി വരുന്നത് കുർബാന കാണാനോ ഒന്നുമല്ല, വഴക്കുണ്ടാക്കാൻ വേണ്ടി മാത്രം പള്ളി വരുന്ന അങ്ങനെ ഒരാൾ മരിക്കാറായി. അദ്ദേഹത്തിന് പെട്ടെന്ന് അദ്ദേഹം ലുക്കേമിയ, ബ്ലഡ് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. പെട്ടെന്ന് അദ്ദേഹം അഡ്മിറ്റായി. അദ്ദേഹത്തെ പിന്നെ പാലിയേറ്റീവിലാക്കി. അദ്ദേഹം ഇങ്ങനെ പാലിയേറ്റീവിൽ കിടക്കുമ്പോൾ ഈ മകൻ, നല്ല വിശ്വാസി, സ്നേഹമുള്ള കുഞ്ഞാവും, വിളിച്ചു പറഞ്ഞു, എൻ്റെ അച്ഛ അവസാന നാളുകളാണ്, അച്ഛനറിയാമല്ലോ, അച്ഛൻ ഒന്ന് ചെല്ലാമോ, ഒന്ന് കുമ്പസാരം. ഞാൻ പോകുമെന്ന് പറഞ്ഞു. ഞാൻ വിശുദ്ധ കുർബാനയൊക്കെ എടുത്ത് വിശുദ്ധ കുമ്പസാരത്തിന് ഒരുങ്ങി പ്രാർത്ഥിച്ച് ആ മനുഷ്യൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ ആ അമ്മ മാത്രമുണ്ട്, ഒറ്റ മകനേ ഉള്ളൂ. അപ്പോൾ അമ്മ ഇങ്ങനെ കുറേ നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ചെന്ന് പറഞ്ഞു, അമ്മ ഞാനൊന്ന് കുമ്പസാരിപ്പിക്കാം, അമ്മ വെളിയിലോട്ടൊന്ന് ഇറങ്ങാൻ പറഞ്ഞു. അപ്പം നല്ല വെള്ള തുണിയൊക്കെ വിരിച്ചൊക്കെ മുഖത്ത് അദ്ദേഹത്തിട്ടിരിക്കുക. അപ്പോൾ എന്നെ നോക്കി, ഞാൻ വന്നത് കണ്ടു, ചെറുതായിട്ടൊന്ന് ചിരിച്ചു. അപ്പോൾ ഞാനൊന്ന് ചിരിച്ചു. അപ്പോൾ സന്തോഷമായി. ഞാൻ വിചാരിച്ചു എന്നെ മിക്കവാറും ഇറക്കി വിടാൻ സാധ്യതയുള്ള ആളായിരിക്കും. പക്ഷേ അദ്ദേഹം ഒന്ന് ചിരിച്ചപ്പോൾ ഞാൻ പതിയെ അടുത്തോട്ട് ചേർന്ന് ഒരു കസേരയൊക്കെ ഇട്ടിരുന്നിട്ട് ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ പാപങ്ങളൊക്കെ ഒന്ന് ഏറ്റു പറഞ്ഞ് കുമ്പസാരിച്ച് ഈശോയെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, യേശു ക്രിസ്തു തിരുശരീരം സ്വീകരിക്കാം, ഞാനിന്ന് ചേട്ടന് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ ചേട്ടാ ഒന്ന് കുമ്പസാരിക്കാമോ? അദ്ദേഹം എന്നെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് കിടന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയും പാപങ്ങളൊക്കെ ഓർക്കുകയായിരിക്കും എന്ന് കരുതി ഞാൻ മെല്ലെ ഒന്നുകൂടെ പറഞ്ഞിട്ട് കണ്ണൊന്ന് അടച്ചിട്ട് ചെവി ഇങ്ങനെ വട്ടം പിടിച്ച് അദ്ദേഹത്തിൻ്റെ ചുണ്ടോട്. കുറച്ച് കഴിഞ്ഞപ്പോഴൊന്നുമില്ല, മിണ്ടാട്ടമില്ല. ഇപ്പം ഞാൻ പതിയെ അദ്ദേഹത്തെ തട്ടി, ചേട്ടാ ഏതെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഏറ്റു പറയാമോ? ജീവിതത്തിൽ വന്നു പോയത് മനുഷ്യനല്ലേ, ബലഹീനരല്ലേ, കുമ്പസാരിക്കാമോ? അദ്ദേഹം എന്നെ ഇങ്ങനെ കണ്ണ് തുറിച്ച് നോക്കി കിടക്കുകയാണ്. 5 മിനിറ്റോളം കഴിഞ്ഞിട്ട് മിണ്ടാതായപ്പോൾ ഞാൻ വീണ്ടും നോക്കിയപ്പോഴും കണ്ണ് തുറന്നിരിപ്പുണ്ട്, ആൾ മരിച്ചുപോയി. വിശുദ്ധ കുർബാന എൻ്റെ കയ്യിലിരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, മരണം വരെ ചില ആളുകളുണ്ടല്ലോ, ഈ മൂർഖ സ്വഭാവത്തിൽ, ഈ എതിരിടുന്ന സ്വഭാവത്തിൽ, കല്ല് പോലുള്ള സ്വഭാവത്തിൽ തീരുമാനിക്കും എനിക്ക് ദൈവം വേണ്ട. അങ്ങനെയുള്ളവരുടെ അടുത്ത് ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? സ്നേഹമായ ദൈവം വിശുദ്ധ കുർബാനയായവൻ്റെ അടുത്ത് വന്ന ആ കുമ്പസാരത്തിൽ എൻ്റെ കർത്താവേ എന്നൊന്ന് വിളിച്ചിരുന്നെങ്കിൽ
ഉള്ളിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗം ഏറ്റെടുത്തിരിക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ജെറമ്യായുടെ പുസ്തകത്തിൽ 16-ാം അധ്യായം പറയും, കർത്താവ് അന്ധകാരം വരുത്തുന്നതിന് മുൻപ് നിന്റെ കാൽപാദങ്ങൾ ഇരുൾ നിറഞ്ഞ മലമുകളിൽ ഇടറുന്നതിന് മുൻപ് നിന്റെ ദൈവത്തിന് നീ മഹത്വം കൊടുക്കുക. അല്ലെങ്കിൽ നീ വെളിച്ചമന്വേഷിക്കുമ്പോൾ കൂരിരുട്ടും അന്ധകാരവുമായിരിക്കും നിന്നെ നേരിടുക. കർത്താവ് അന്ധകാരം വരുത്തുന്നതിന് മുൻപ് ദൈവത്തെ തിരയുക. കർത്താവ് ഇരുട്ട് വരുത്തുന്ന നിന്റെ കാൽപാദങ്ങൾ മലമുകളിൽ ഇടറാനുള്ള ഒരു സമയം വരും, ഇടറിപ്പോകും. അതിനു മുൻപ് നീ നിന്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. അല്ലെങ്കിൽ കൂരിരുളായിരിക്കും നീ വെളിച്ചം തേടുമ്പോൾ കിട്ടുക. സ്നേഹമുള്ളവരെ, ഇതാണ് കർത്താവ് പറയുന്നത്. ഒരു മനുഷ്യൻ തീരുമാനമെടുക്കും, മരണം വരെ എനിക്ക് ദൈവം വേണ്ട. നമുക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് 3 ഗുണങ്ങൾ കൊണ്ടാണ്. 1 സ്നേഹം, 2 ബുദ്ധി, 3 സ്വാതന്ത്ര്യം. വിശേഷപ്പെട്ട സ്നേഹം, വിശേഷപ്പെട്ട ബുദ്ധി, വിശേഷപ്പെട്ട സ്വാതന്ത്ര്യം, ഇത് 3ഉം ചേർന്ന ഒരു ജീവിയുടെ പേരാണ് മനുഷ്യൻ. അല്ലെങ്കിൽ അവൻ മൃഗത്തെ പോലെയാണ്. മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ഈ വിശേഷപ്പെട്ട ബുദ്ധി, വിശേഷപ്പെട്ട സ്നേഹം, വിശേഷപ്പെട്ട സ്വാതന്ത്ര്യം. അവന് സ്വാതന്ത്ര്യമുണ്ട് ദൈവത്തെ തിരയാനും തിരഞ്ഞെടുക്കാനും വേണ്ടാന്ന് വെക്കാനും. ആരാണ് നരകത്തിൽ പോവുക? ഈ ക്ഷമ വേണ്ട, ദൈവത്തിൻ്റെ അനുരഞ്ജനം വേണ്ട. അതാണ് നമ്മൾ ലേഖനത്തിൽ വായിച്ചത്. യേശുക്രിസ്തുവിലൂടെ സർവ്വലോകത്തിൻ്റെ മതിലുകൾ പൊളിച്ച് ദൈവവുമായി മനുഷ്യനെ രമ്യപ്പെടുത്തിയ അനുരഞ്ജനത്തിൻ്റെ ആ കുരിശ്, രക്ഷ വേണ്ട എന്ന് വെക്കുന്നവന് മാത്രമേ നരകമുള്ളൂ. അതാണ് പരിശുദ്ധാത്മാവിനെതിരായ പാപം. അതുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാം. അതുകൊണ്ടാണല്ലോ നമ്മൾ പള്ളി വന്നേ. ഈശോയെ വേണം എന്നുള്ളത് കൊണ്ടാണല്ലോ, ഈ രക്ഷ വേണം എന്നുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ പള്ളി വന്നത്. ഈ സ്വാതന്ത്ര്യത്തെ നമ്മൾ മാനിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ സൃഷ്ടിച്ചതോടുകൂടി ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം കുറഞ്ഞു എന്നാണ് ദൈവശാസ്ത്രജ്ഞന്മാർ പറയുക. ബെനഡിക്ട് 16 മാർപ്പാപ്പയൊക്കെ പറയുന്നതാണ്. അതായത് ദൈവത്തിൻ്റെ കൈ കൂട്ടിക്കെട്ടി എന്നാണ് പറയുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചതോടുകൂടി. കാരണം ദൈവം മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്തു. വിശുദ്ധ അഗസ്തീനോസ് പറയും, നിന്റെ അനുവാദം കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്റെ അനുവാദം കൂടാതെ നിന്നെ രക്ഷിക്കാനാവില്ല. നിന്റെ അനുവാദം കൂടാതാണ് എന്നെ, നിങ്ങളെ ഈ ഭൂമിയിലേക്ക് ദൈവം സൃഷ്ടിച്ചത്. പക്ഷേ ദൈവത്തിന് നിന്നെ രക്ഷിക്കണമെങ്കിൽ നിന്റെ അനുവാദം വേണം. നിന്റെ സ്വാതന്ത്ര്യം, അഗ്നിയും ജലവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളത് എടുക്കാം. ജീവനും മരണവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളത് എടുക്കാം. സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപമെന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്തുകൊണ്ട് തന്നിഷ്ടം പോലൊരു വഴിയിലൂടെ നടക്കുന്നതാണ്. അതിനാൽ നമുക്ക് ഈ ബലിയിൽ കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് എനിക്ക് ഈശോയെ പരിചയപ്പെടുത്തി തന്നതിന്, രക്ഷകനെ പരിചയപ്പെടുത്തി തന്നതിന് നന്ദി പറയാം. ദൈവമേ, അവനിലൂടെ രക്ഷ തന്നതിനെ ഓർത്ത് നന്ദി പറയാം. കുറവുണ്ട്, ബലഹീനതകളുണ്ട്. പക്ഷെ ഒരിക്കലും അങ്ങയുടെ ആത്മാവിനെ, അങ്ങയുടെ ശക്തിയെ തള്ളിപ്പറയാനിടവരരുത്. അവിശ്വാസത്തിൻ്റെ വഴിയിലൂടെ, നിരീശ്വര ചിന്തയിലൂടെ, യുക്തി ചിന്തകളിലൂടെ നടക്കാൻ ഇടവരരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബലി പൂർത്തിയാക്കാം.